കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ, സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ, ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം. വനിതകൾക്ക് 20% ഫീസ് ഇളവോടെ പ്രവേശനം നേടാം. റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. IHD ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ, തിരൂർ. 9847 300. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഗ്രൗണ്ട് നശിക്കുന്നു, സംരക്ഷിക്കാൻ ആരുമില്ലേ? പറവണ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കണം. കാരണം പറവണ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്കൂളിന്റെ ഗ്രൗണ്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ഇന്ന് പറവണ്ണ ഗവൺമെന്റ് UP സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തായിരുന്നു. കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മാത്രമാണ് ആ കാലങ്ങളിൽ വിശാലമായി പരന്നു കിടന്നിരുന്ന മൈതാനം ഉപയോഗിച്ചിരുന്നത്. മൈതാനം പൂഴിമണൽ നിറഞ്ഞതായതുകൊണ്ട് കായിക താരങ്ങൾക്ക് ബൂട്ട്, ഷൂ, സ്പൈക്ക് തുടങ്ങിയത് ഉപയോഗിക്കാൻ കഴിയാറില്ല. എന്നാൽ വിശാലവും വളരെ വിസ്തൃതിയുമുള്ള മൈതാനമാണ് സ്കൂളിന് ഗ്രൗണ്ടായി ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സ്കൂളിന്റെ മൈതാനം ഫുട്ബോൾ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന പറവണ്ണയിലെ നാട്ടുകാർ സ്കൂൾ ഗ്രൗണ്ട് ബൂട്ട് ഉപയോഗിച്ച് കളിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്ന തീരുമാനമെടുക്കുകയും അത് പ്രകാരം ഇന്നത്തെ തിരൂരിലെ മുതിർന്ന അഭിഭാഷകനും പറവണ്ണ സ്വദേശിയുമായ അഡ്വക്കേറ്റ് MK മൂസക്കുട്ടി, ഡോക്ടർ K അബ്ദുറഹിമാൻ സവേര തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രാത്രി സമയങ്ങളിൽ ഗ്രൗണ്ടിന്റെ പണിക്കായി പറവണ്ണയിലെ നാട്ടുകാർ വളരെ പ്രയാസപ്പെട്ട് ശാരീരികമായി അധ്വാനിച്ച് മണ്ണ്, കല്ല്, മറ്റു സാധനങ്ങൾ ചുമന്നും ഉണ്ടാക്കിയെടുത്തതാണ് പറവണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ട്. പറവണ്ണക്കാരുടെ വിയർപ്പിന്റെ സംഭാവനയാണ് പറവണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ട്. ഇത്തരത്തിൽ പണിയെടുത്ത് നിരപ്പാക്കിയ പറവണ്ണ സ്കൂൾ ഗ്രൗണ്ടിൽ പിന്നീട് പല കായിക മത്സരങ്ങൾക്കും വേദിയായി എന്നത് അഭിമാനിക്കാവുന്നതാണ്. മുമ്പ് സബ് ജില്ലാ കായിക മത്സരങ്ങൾ അല്ല ഉണ്ടായിരുന്നത്, വിദ്യാഭ്യാസ ജില്ലാ കായികോത്സവങ്ങളാണ് നടന്നിരുന്നത്. അതുപ്രകാരം പറവണ്ണയിൽ തിരൂർ വിദ്യാഭ്യാസ ജില്ലാ കായികമേള നടക്കുകയും അതിന്റെ ഉദ്ഘാടനത്തിനായി ഒളിമ്പ്യൻ PT ഉഷ വന്നതും PT ഉഷയെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ പറവണ്ണ വരെ തുറന്ന വാഹനത്തിൽ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ആനയിച്ചു കൊണ്ടുവന്നതും ഇന്നും പറവണ്ണക്കാരുടെ മധുരിക്കുന്ന ഓർമ്മകളാണ്. ആ കായികമേള വലിയ ഒരു വിജയമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെയുള്ള പ്രശസ്തരായ പല ഫുട്ബോൾ താരങ്ങളും പങ്കെടുത്ത നിരവധി ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് നിരവധി വർഷങ്ങൾ വേദിയാകാൻ പറവണ്ണ സ്കൂൾ ഗ്രൗണ്ടിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഗ്രൗണ്ടിന്റെ സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. സംരക്ഷിക്കാനോ നന്നാക്കാനോ ആരുമില്ലാത്ത അവസ്ഥ. പറവണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബിൽഡിംഗ് വർക്കിനായി സാധനങ്ങൾ കൊണ്ടുവരുന്നതിനായി ഗ്രൗണ്ടിന് നാശം വരുത്തിയാണ് ഗ്രൗണ്ടിലൂടെ റോഡ് നിർമ്മിച്ചത്. ഇതൊക്കെ കൊണ്ട് തന്നെ കളിക്കളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് സത്യം. സ്കൂൾ കളിക്കളം നവീകരിക്കുന്നതിനായി പല സമയങ്ങളിലും വിവിധ ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലും യാതൊരു ഫണ്ടും സ്കൂൾ ഗ്രൗണ്ടിന് ചിലവഴിച്ചതായി കണ്ടിട്ടില്ല. ഏറ്റവും അവസാനമായി മുൻ തിരൂർ നിയോജക മണ്ഡലം MLA ശ്രീ C മമ്മൂട്ടി അവറുകളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണത്തിന് പണം അനുവദിച്ചിരുന്നു. എന്നാൽ ആ ഫണ്ടും ഇതുവരെ സ്കൂൾ ഗ്രൗണ്ടിന് ചിലവഴിച്ചതായി കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുർഗതി പറവണ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് ഉണ്ടാകുന്നത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ടതാണ്. സ്കൂൾ തുറന്നതോടുകൂടി വിദ്യാർത്ഥികൾ കായിക മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനായി പരിശീലനം നടത്തുന്നതിനായി ഗ്രൗണ്ട് ഉപയോഗിക്കുന്നതിന് വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത്. കളിക്കളങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിലവിലുള്ള ഗ്രൗണ്ടെങ്കിലും സംരക്ഷിക്കേണ്ടത് ബന്ധപ്പെട്ടവരുടെ ബാധ്യതയും ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിക്കേണ്ടതാണ്. ആയതിനാൽ പറവണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിന് അനുവദിക്കുന്ന ഫണ്ടുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതും അത്തരം ഫണ്ടുകൾ ഉപയോഗിച്ച് ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കണമെന്നും താല്പര്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ 2025-2026 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ബ്രാഞ്ചസ് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 80757 64120 79026 38001 99466 53040.